മിഥുന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മിഥുൻ ഇനി കണ്ണീരോർമ്മയാണ്. അനാസ്ഥയുടെ ഇരയായി ജീവൻ നഷ്ടപ്പെട്ട തേവലക്കര സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് ജന്മനാട് വിട നൽകിയിരിക്കുന്നു. അമ്മയുടെ വരവ് കാത്തിരുന്ന മിഥുൻ ഇന്ന് അമ്മയെത്തിയത് അറിഞ്ഞുപോലും കാണില്ല. കണ്ണു തുറന്ന അമ്മയെ നോക്കിയില്ല. ആ അമ്മ മക്കളെ കാണാൻ കൊതിച്ചിരുന്ന അമ്മയ്ക്ക് അപ്രതീക്ഷിതമായി എത്തേണ്ടി വന്നു. മകൻ്റെ വിയോഗ വാർത്ത നേരത്തെ തന്നെ അറിഞ്ഞതുകൊണ്ട് ആ സങ്കടങ്ങളൊക്കെയും അനുഭവിച്ചും ഒറ്റയ്ക്ക് അതിനെ അതിജീവിച്ചുമാണ് അമ്മ എത്തിയത്. വിമാനത്താവളം മുതൽ തന്നെ ആ നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരമ്മ മക്കളെ പോറ്റാനായി അവർ കടൽ കടന്ന് പോകുമ്പോൾ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങൾ അവരെ നിർബന്ധിച്ചതാകാം. അത് അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാകാം ഈ 2 മക്കളെ വേർപിരിഞ്ഞ് നിൽക്കാനുള്ളൊരു തീരുമാനം ആ അമ്മ സ്വീകരിച്ചത്. അങ്ങനെ ജീവിത സ്വപ്നങ്ങൾ നിറവേറ്റാനായി കടൽ കടന്നുപോയ അമ്മ മകൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആ നാട്ടിലേക്ക് ഇന്നെത്തിയത്. ചിലപ്പോഴൊക്കെ അലറി വിളിച്ച് കരയുന്ന സുജയെ നമ്മൾ കണ്ടു. ചിലപ്പോൾ അവർ നിർവികാരതയോടെ നിന്നു. മകൻ്റെ മൃതദേഹത്തിനടുത്ത് അവർ വറ്റി വരണ്ട കണ്ണുകളുമായി നിൽക്കുന്ന കാഴ്ച ഏവരുടെയും നെഞ്ചു പിളർക്കുന്നതായിരുന്നു. അമ്മയെത്താൻ കാത്തിരുന്ന, മോർച്ചറിക്കുള്ളിൽ കാത്തിരുന്ന, ആ തണുത്ത കൂടിനുള്ളിൽ കാത്തിരുന്ന മിഥുന് അമ്മയെ ഒന്ന് കാണാൻ കണ്ണു തുറന്ന് നോക്കാനായില്ല. അമ്മ അടുത്തിരുന്നു എങ്കിൽ പോലും കുറേ നാളായി മകനെ വിട്ടുപിരിഞ്ഞ അമ്മയ്ക്ക് മകനെ ഒന്ന് തൊടാൻ പോലും ആയില്ല. കുറേ അതിനുശേഷം പൊതുദർശനം അവസാനിക്കാറാകുമ്പോഴാണ് ആ കണ്ണാടിക്കൂട്ടിൽ നിന്നകത്തേക്ക് മകനെ ഒന്ന് തൊടാൻ പോലും സുജയ്ക്കായത്. അവിടെ എത്തിയ എല്ലാവരുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു. വളരെ വികാരനിർഭരമായ കാഴ്ചയായിരുന്നു. അതിനുമപ്പുറം വേദനിപ്പിക്കുന്നതായിരുന്നു മിഥുൻ്റെ കുഞ്ഞനുജൻ്റെ അവിടുത്തെ സാമീപ്യം. അവൻ്റെ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരെക്കാൾ അമ്മ വിദേശത്ത് ജോലിക്ക് പോയതോടുകൂടി തന്നെ ഉത്തരവാദിത്വം മിഥുൻ്റേതായി മാറിയിരുന്നു. അവൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് എന്ന് ആ മുത്തശ്ശി അമ്മാമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ്. മനു എന്ന അച്ഛൻ്റെ അമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ കുഞ്ഞനുജനെ നോക്കി വളർത്തിയിരുന്ന ചേട്ടനാണ്. പക്ഷേ ചേട്ടൻ യാത്രയാകുമ്പോൾ അവൻ പക്വതയുള്ള കുട്ടിയായി മാറിയിരിക്കുന്നു. അവൻ അവിടെ നിൽക്കുകയാണ്. അവന് പൂർണ്ണാർത്ഥത്തിൽ ആ വിയോഗത്തിൻ്റെ വേദന അറിഞ്ഞോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ അവൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം ചിതയ്ക്ക് തീ കൊളുത്തി ആ ചേട്ടനെ യാത്രയാക്കിയതും കുഞ്ഞനുജനാണ്. ഇനി ചേട്ടൻ ഇല്ലാതായ സ്കൂളിലേക്ക് അവൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ആ യാഥാർത്ഥ്യം അവൻ അപ്പോഴായിരിക്കും ആ ചേട്ടൻ്റെ വിടവ് എന്താണ് എന്നത് കൂടുതൽ ഇനി മനസ്സിലാക്കുക. നഷ്ടത്തിൻ്റെ ആഴം എന്താണ് എന്നത് ഒരു പക്ഷേ അവൻ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക. ഇന്നും മിഥുനെ തേടി നിരവധി പേർ അവിടേക്ക് എത്തി. ജനപ്രതിനിധികളെത്തി, MLA-മാരും MP-മാരും എത്തി. അവിടെ നിന്ന് മിഥുൻ അവസാനം സ്വന്തം വീട്ടിലെ പരിമിതികൾക്കുള്ളിൽ വളർന്ന കുട്ടിയാണ്. നമുക്ക് ആ വീടും പരിസരവും ഒക്കെ കാണാം. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഭവനം എന്ന് കരിക്കട്ടയിൽ എഴുതി വെച്ച ഒരു വീടാണ്. പണി പോലും പൂർത്തിയാകാത്ത വീടാണ്. അതിൻ്റെ മേൽക്കൂര പലതും ഷീറ്റും മറ്റും ടാർപോളിനും ഒക്കെ വലിച്ചു കെട്ടിയ, അങ്ങനെ ഒരു തരത്തിലും പണി തീർന്ന വീട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു വീടാണ്. അവിടെ അസൗകര്യങ്ങൾക്ക് നടുവിലായിരുന്നു മിഥുൻ. തൻ്റെ ജീവിത സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ആ കുഞ്ഞിന് കൂട്ട്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിലും വലിയ സ്വപ്നങ്ങളായിരുന്നു മിഥുനുണ്ടായിരുന്നത്. രാജ്യത്തെ സേവിക്കുന്ന സൈനികനാകണമെന്നതായിരുന്നു മിഥുൻ്റെ ആഗ്രഹം. NCCയിൽ ചേരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ആ കുട്ടി തേവലക്കര സ്കൂളിലേക്ക് എത്തുന്നത്. അതൊരു പ്രധാനപ്പെട്ട ആ തീരുമാനം, ആ സ്കൂളിലേക്ക് എന്ന തീരുമാനം, അത് NCC കേഡറ്റ് ആവുക എന്ന തീരുമാനത്തിൽ നിന്നുണ്ടായതാണ്. പക്ഷേ
അങ്ങനെ NCC കേഡറ്റാകാനും പിന്നീട് രാജ്യം സംരക്ഷിക്കുന്ന സൈനികനാകാനും ഒക്കെ ആഗ്രഹിച്ച മിഥുന് സ്വന്തം ജീവൻ ആ സ്കൂളിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും 11 മണിയോടെയാണ് മിഥുന്റെ മൃതദേഹം സ്കൂളിൽ, തേവലക്കരയിലെ സ്കൂളിൽ എത്തിച്ചത്. മിഥുൻ അവസാനമായി എത്തിയ, കൂട്ടുകാർക്കൊപ്പം കളിച്ച, കൂട്ടുകാരൻ്റെ ചെരുപ്പ് വീണപ്പോൾ അവന് വേണ്ടി ആ ചെരുപ്പ് എടുക്കാൻ പോയ മിഥുൻ ആ സ്കൂളിലേക്ക് ഇന്ന് അവസാനമായി എത്തി. ഉച്ചയ്ക്ക് 1 മണിവരെ മിഥുൻ സ്കൂളിലുണ്ടായിരുന്നു. അവിടെ പൊതുദർശനത്തിലായിരുന്നു. തേവലക്കര സ്കൂളിൽ നടത്തിയ പൊതുദർശനത്തിൽ നൂറുകണക്കിന് പേർ എത്തിച്ചേർന്നു. ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്കുള്ള യാത്രാമധ്യേയും റോഡിന്റെ ഇരുവശവും മിഥുനെ അവസാനമായി കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. ആ കൊച്ചുമകന്റെ ചേതനയറ്റ ശരീരം കണ്ട് മിഥുന്റെ പിതാവിന്റെ അമ്മ മണിയമ്മയും തളർന്നു വീണു. ഒടുക്കം അവരെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. കൂട്ടുകാരും ടീച്ചർമാരും ഒക്കെ മിഥുനെ അവസാനമായി കാണാൻ ഒഴുകിയെത്തി. എല്ലാവരും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് നൽകിയത്. മിഥുനെ കണ്ട് മറയുന്ന ആർക്കും കരയാതെ, നെഞ്ചു പിടയാതെ അവിടെ നിന്ന് പോകാനായില്ല. മിഥുന്റെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ എത്തിയ ക്ലാസ് ടീച്ചർ റൂബി കുഴഞ്ഞു വീഴുന്നത് നമുക്ക് കാണാമായിരുന്നു. മിടുക്കനായ കുട്ടി, ജീവിത സ്വപ്നങ്ങളുള്ള കുട്ടി, മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരോട് സഹായിക്കാനും ഒക്കെ മുന്നിട്ട് നിന്ന കുട്ടി. നമുക്കറിയാം, പഠിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ക്ലാസ്സിൽ ഒരുപാടുണ്ടാകും. അവർക്കൊന്നും തന്നെ ഒരുപക്ഷെ ഒരു കൂട്ടുകാരൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ കൂട്ടുകാരന് വേണ്ടി, മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ എന്തും ചെയ്യാനും അവർക്കൊപ്പം നിൽക്കാനും കഴിയുന്ന ഒരു സുഹൃത്തായിരുന്നു എല്ലാവരെയും സംബന്ധിച്ചും മിഥുൻ. അതുകൊണ്ട് തന്നെ മിഥുൻ്റെ വിയോഗത്തിൽ കൂട്ടുകാരുടെ വേദന വളരെ വലുതാണ്. അവരൊക്കെ പറയുകയാണ്, മിഥുൻ പോകുമ്പോൾ എന്നാ വേണ്ട, പോകണ്ട, അതിലേക്ക് കയറണ്ട, ഷീറ്റിലേക്ക് കയറേണ്ട എന്നൊക്കെ തങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഒന്നുകൂടി പറയാൻ പറ്റിയിരുന്നെങ്കിൽ, അവനെ പോകാതെ അവൻ്റെ യാത്ര, അവൻ അങ്ങോട്ട് പോകുന്നത് തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ കുട്ടികൾ ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഓരോരുത്തർക്കും വേദനയാണ്. അങ്ങനെ ചെയ്തെങ്കിൽ, ഇങ്ങനെ ചെയ്തെങ്കിൽ, അവനെ തടയാൻ പറ്റിയെങ്കിൽ എന്ന്. ആ സ്കൂളിനെ സംബന്ധിച്ച് വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട്, അധികൃതരുടെ ഭാഗത്ത് വലിയ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല അധ്യാപകരാണ്, കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന നല്ല അധ്യാപകരാണ് എന്ന് പറയുന്ന പേരൻസിനെ നമ്മൾ കണ്ടു. അവിടെ പലരും ആ തരത്തിൽ തന്നെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചും മിഥുനെന്ന പഠിക്കാൻ ആഗ്രഹമുള്ള, ജീവിതത്തിൽ ലക്ഷ്യങ്ങളുള്ള കുട്ടി, അവരെ സംബന്ധിച്ചും അങ്ങനെ ഒരു കുട്ടിക്ക് അവരുടെ കൂടി അശ്രദ്ധയിൽ ജീവൻ നഷ്ടമാകുമ്പോൾ അത് അവരെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ടീച്ചർമാരെ നമ്മൾ കണ്ടു. അതിലൊന്നാണ് മിഥുൻ്റെ ക്ലാസ് ടീച്ചർ റൂബി ടീച്ചർ. അവർ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രിയ കൂട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ മിഥുൻ്റെ മൃതദേഹം അവിടെ നിന്ന് വിലാപയാത്രയായാണ് വിളന്തറയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട മകനെ അവസാനമായി കാണാൻ വിദേശത്തു നിന്നെത്തിയ അമ്മയുടെ നെഞ്ച് പൊട്ടിയുള്ള കരച്ചിലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ നാടിനെ ആകെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു സുജയുടെ ആ അവസ്ഥ. ഇളയ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മൃതദേഹത്തിനരികിൽ സുജ ഇരുന്നത്. ചിലപ്പോഴൊക്കെ അവർ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. മറ്റു ചിലപ്പോൾ അവരുടെ കണ്ണ് വറ്റി വരണ്ട കണ്ണ്, ഒരു കണ്ണുനീര് പോലും വരാതെ നിർവികാരയായി അവർ ഇരിക്കുന്നതും കണ്ടു. അവിടെ കൊഴുകിയെത്തിയ ഉറ്റവരെയും നാട്ടുകാരെയും കൊണ്ട് അത് അവർക്ക് ആ വീടിന് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത അത്രയും പേരാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ കണ്ടതാണ്. മിഥുൻ്റെ വിയോഗ വാർത്ത കേരളത്തെ ആകെ ഞെട്ടിച്ച അന്ന് മുതൽ തന്നെ ആ ചെറിയ വീട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. മിഥുനെ കണ്ട് അലമുറയിട്ട് കരഞ്ഞ പിതാവ് മനുവിൻ്റെ കാഴ്ചയും തീരാ നൊമ്പരമായി മാറി.
വീട്ടിലെ പൊതുദർശനത്തിൽ ഓരോ നിമിഷവും ആളുകൾ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ മൃതദേഹം അവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിനടുത്ത് ഒരുക്കിയ ചിതയിലേക്ക് മാറ്റി. മിഥുൻ ഒരു ഓർമ്മയായി മാറുകയാണ്. മിഥുൻ തനിയെ യാത്രയായതല്ല. നമുക്കറിയാം, അവൻ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ സ്കൂളിൽ അവൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ നമ്മുടെ സംവിധാനങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പരാജയത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയാണ് മിഥുൻ. ഒരുപാട് സ്വപ്നങ്ങൾ, അവൻ്റേതായ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന, കുടുംബത്തിൻ്റെ സ്വപ്നമായിരുന്ന ആ അമ്മയുടെയും അച്ഛൻ്റെയും മൂത്ത മകനാണ്. അവരുടെ ആദ്യ കുഞ്ഞാണ്. അവരുടെ എത്രയെത്ര നല്ല ഓർമ്മകൾ അതുമാത്രം ബാക്കിയാക്കിയാണ് മിഥുൻ യാത്ര പറയുന്നത്. ഇനി ഒരു കുട്ടിക്കും ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയും ആഗ്രഹവും മാത്രമാണ് അവിടെ കൂടിയ എല്ലാവർക്കുമുള്ളത്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ആർക്കും താങ്ങാൻ കഴിയാത്ത വേദനയാണ് മിഥുൻ്റെ വിയോഗം. ആ കുടുംബത്തിനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോയ അമ്മ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന അച്ഛൻ, തൊഴിലുറപ്പിന് പോകുന്ന അച്ഛൻ്റെ അമ്മ, മുത്തശ്ശി, മിഥുൻ്റെ മുത്തശ്ശി, അങ്ങനെയുള്ള ആ കുടുംബത്തിൻ്റെ തേങ്ങൽ, നഷ്ടം, അതൊക്കെയും കേരളത്തിലെ ഓരോ വ്യക്തികളും നെഞ്ചോട് ചേർക്കുകയാണ്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ആ വേദന. ഇനി ഒരാൾക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. മിഥുന് കുഞ്ഞനുജൻ യാത്ര അയപ്പ് നൽകുന്നു. ചിതയ്ക്ക് തീ കൊളുത്തിയത് ആ കുഞ്ഞനുജനാണ്. മിഥുൻ്റെ അവസാന യാത്രയിലെ സംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കുഞ്ഞു മിഥുൻ യാത്രയായിരിക്കുന്നു. ഒരു നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി അവരുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ ബാക്കിയാക്കി മിഥുൻ യാത്രയായി. അപ്പോഴും മിഥുൻ്റെ ജീവനെടുത്ത സിസ്റ്റം വീഴ്ചയിൽ എന്ത് നടപടിയുണ്ടായി എന്ന ചോദ്യം ബാക്കിയാണ്. സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയുടെ സസ്പെൻഷൻ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. KECBയുടെ നടപടി വൈകും എന്നതാണ് മനസ്സിലാകുന്നത്. സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നടപടി ഉണ്ടാകൂ എന്നതാണ് മനസ്സിലാകുന്നത്. മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈനുകൾ ഇന്ന് KECB നീക്കം ചെയ്യും എന്നതായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ ഇതുവരെയും അതുണ്ടായിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. സ്കൂളുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മിഥുന്റെ മരണം സംഭവിച്ചത്. ഈ അനധികൃത നിർമ്മിതിക്ക് പിന്നിൽ ആരാണ്? അനുമതി കൊടുത്തത് ആരാണ്? ഇവരൊക്കെ കുറ്റക്കാരല്ലേ? അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. മിഥുൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിന് നൽകിയ സഹായം എണ്ണി എണ്ണി പറയുന്നുണ്ടായിരുന്നു ഇന്ന് മന്ത്രി. പക്ഷേ സഹായങ്ങൾ ആ ദുരന്തത്തിൽ ഒരു ചേർത്തുപിടുത്തലിന്റെ കാരണം മാത്രമാണ്. ഒരിക്കലും അവർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരമല്ല. നഷ്ടത്തിൽ
അപരിഹാര്യമായ നഷ്ടമാണ് ആ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കണക്ക് പറച്ചിലുകളല്ല ആവശ്യം. ആ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞ മന്ത്രി അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നോ എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ വാക്കുകൾ. അതുണ്ടാകരുത് എന്നതാണ് അഭ്യർത്ഥന. മാത്രവുമല്ല, ഈ മിഥുൻ, ആ കുഞ്ഞ് സിസ്റ്റം വീഴ്ചയുടെ ഒരു രക്തസാക്ഷിയാണ്. ഇനി ഒരു മിഥുൻ ഉണ്ടാകരുത്. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഒരു പാഠമായിരിക്കണം ഈ സംഭവം.